നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പേരിൻ്റെ ആദ്യാക്ഷരം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് എ ആണ്. സംഖ്യാശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും 1-ാം നമ്പറിന് തുല്യമായ സൂര്യൻ്റെ ഊർജമുള്ള അക്ഷരം അതാണ് എ. നമ്മുടെ പേര് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനമാണെന്ന് നിങ്ങൾക്കറിയാമോ? സംഖ്യാശാസ്ത്രപ്രകാരവും ജ്യോതിഷപ്രകാരവും ഓരോ അക്ഷരത്തിനും അതിൻ്റേതായ ഊർജമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആദ്യ അക്ഷരമായ എ എന്ന അക്ഷരത്തെ പറ്റിയാണ്. എ എന്ന അക്ഷരത്തിൽ തുടങ്ങിയ പേരുകാരനാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ വെറും ഒരു സാധാരണ വ്യക്തിയല്ല. നിങ്ങൾ ഒരു ബോൺ ലീഡറാണ്, അതായത് ഒരു നേതാവാകാൻ ജനിച്ച വ്യക്തി. നിങ്ങളുടെ സ്വഭാവം, കരിയർ, പ്രണയം, ഭാവിയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വൻ നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി സംസാരിക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുക. മാത്രമല്ല, ഈ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം നിങ്ങളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് പോകും, നിങ്ങൾക്ക് യോജിച്ചു പോകും എന്നുള്ള കാര്യം തീർച്ചയായും വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. എ എന്ന അക്ഷരക്കാരെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് അവരുടെ ആത്മവിശ്വാസത്തെക്കുറിച്ചാണ്. ഇവർ ആരുടെയും പിന്നിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. എന്ന് മാത്രമല്ല, എ എന്ന അക്ഷരം സൂര്യനാൽ സ്വാധീനിക്കപ്പെട്ടതാണ്. അതിനാൽ തന്നെ ഇവർ സ്വാഭാവികമായും നേതാക്കളായിരിക്കും. എപ്പോഴും മുന്നിൽ നിന്ന് നയിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ എയിൽ തുടങ്ങുന്ന പേരുകാരൻ. അണികളെ ഉണ്ടാക്കാൻ, വലിയൊരു ജനക്കൂട്ടത്തെ സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്നവർക്കിടയിൽ അജയനായി മുന്നിൽ നിൽക്കുവാൻ എ എന്ന അക്ഷരം തുടങ്ങുന്ന പേരുകാരന് സാധിക്കും. ധൈര്യവും ആത്മവിശ്വാസവും പുലർത്തുന്നവരാണിവർ. ഏത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടാനുള്ള ഒരു പ്രത്യേക കരുത്ത് ഇവർക്കുണ്ടാവും. മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും അത് പ്രായോഗികമാക്കുവാനും ഒരു പ്രത്യേക കഴിവ് തന്നെ ഈ വ്യക്തികൾക്ക് ഉണ്ടാകും. നല്ല നിശ്ചയദാർഢ്യം പുലർത്തുന്നവരാണിവർ. ഒരു കാരണവശാലും ഒരു കാര്യവും പാതി വഴിയിൽ ഉപേക്ഷിക്കില്ല. മറ്റുള്ളവർക്ക് അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് തെളിയിക്കുവാൻ കഴിവുള്ളവരാണ് ഇവർ. ഇവർക്ക് ആരോടും അമിതമായ വിധേയത്വം കാണിക്കുവാൻ സാധിക്കില്ല. സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാഭിമാന ബോധമുള്ള പ്രകൃതക്കാരായിരിക്കും എയിൽ തുടങ്ങുന്നവർ. അതുകൊണ്ട് തന്നെ ആരുടെയും അടിമകളായി അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് മാത്രം കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തിയായി ഇവർ ഒരിക്കലും തുടരുകയില്ല. നേരായ രീതിയിൽ കാര്യങ്ങൾ വളച്ചൊടിക്കാതെ മുഖത്ത് നോക്കി തന്നെ പറയാൻ ധൈര്യം കാണിക്കുന്നവരാണ്. ഇവരുടെ അഭിപ്രായം അത് എന്തായാലും അവർക്ക് ശരി എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് എന്ത് തോന്നും എന്ന് യാതൊന്നും നോക്കില്ല. അവരുടെ തിരിച്ചുള്ള പ്രതികരണത്തിന് യാതൊരു മുഖവിലയും കൊടുക്കാതെ സ്വന്തം അഭിപ്രായം ശക്തമായി മുഖത്ത് നോക്കി തന്നെ ഇവർ പറയും. ഇത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് പരുക്കനായി തോന്നാമെങ്കിലും ഇവരുടെ മനസ്സ് ശുദ്ധമായിരിക്കും. പക്ഷേ പറയാനുള്ള കാര്യം സ്പോട്ടിൽ പറഞ്ഞിരിക്കും. സ്വാതന്ത്ര്യബോധം ആഗ്രഹിക്കുന്നവരാണിവർ. മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ തീരുമാനം എടുക്കുവാനുള്ള അധികാരം കയ്യിലുണ്ടാകാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഒരു വലിയ ഫാക്ടറിയിലോ അല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനത്തിലോ ജോലി എടുക്കേണ്ടി വന്നാൽ ഇവർ വലിയൊരു സ്ഥാനം തന്നെ നേടിയെടുക്കും. കാരണം ഇവർക്ക് താഴെ കുറേ അണികൾ, കുറേ ജോലിക്കാരുണ്ടാവും. അവർക്ക് ഗൈഡൻസ് നൽകുന്ന ഒരു ലീഡറായി തുടരുവാനാണ് ഇവർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അത് ഇവർ സാധിച്ചെടുക്കുകയും ചെയ്യും. പരമാവധി സത്യസന്ധത പുലർത്തുന്നവരാണിവർ. കള്ളം പറയുന്നതും കപടത കാണിക്കുന്നതും ഇവർക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവർ കള്ളം പറയുന്നു അല്ലെങ്കിൽ അവർ കപടതയാണ് കാണിക്കുന്നത് എന്ന് ഇവർക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ അത്തരം ബന്ധങ്ങളെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഉപേക്ഷിക്കുവാനും ഇവർ തയ്യാറാവും. സത്യസന്ധത പുലർത്തുന്നവരുമായി മാത്രമേ ഇവർ മുന്നോട്ട് പോവുകയുള്ളൂ. ഏതൊരു സാഹചര്യത്തിലും പറയുന്ന വാക്കിന് വില കൽപ്പിക്കുന്നവരും അതിൽ ഉറച്ചു നിൽക്കുന്നവരുമാണ്. ശത്രുക്കൾ കുറച്ചധികം ഇവർക്കുണ്ടാകുകയും ചെയ്യും. കാരണം പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുകയും സത്യത്തിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടു കൂടി പെരുമാറുകയും ചെയ്യുമ്പോൾ അത് മറ്റു പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പോലെ തോന്നും. അത്തരക്കാർ ഇവരുടെ ശത്രുക്കളായി ഭാവിയിൽ മാറുകയും ചെയ്യും. പക്ഷേ ഇവർക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകും. അത് തീർച്ചയായും കറകളഞ്ഞ ഉത്തമ സുഹൃത്തുക്കൾ തന്നെയായിരിക്കും. കാരണം ഇവരുടെ സത്യസന്ധത, വ്യക്തിത്വം, നിശ്ചയദാർഢ്യം, നേരെ വാ നേരെ പോ എന്നുള്ള പ്രകൃതിയെല്ലാം ഇഷ്ടപ്പെടുന്ന കുറേ സുഹൃത്തുക്കൾ ഇവർക്കുണ്ടാകും. അവർ ഇവരുടെ ആദ്യം മുതൽ അന്ത്യം വരെ ഒപ്പം നിൽക്കുകയും ചെയ്യും. ബിസിനസ്, രാഷ്ട്രീയ, മാനേജ്മെൻറ്റ് മേഖലകളിൽ ഇവർക്ക് വലിയ വിജയങ്ങൾ വരിക്കുവാൻ കഴിയും. കാരണം ഒരു നേതൃത്വ പാടവം എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ മേഖലകളിൽ വിജയിക്കുവാൻ സാധിക്കും.
ലക്ഷ്യബോധമുള്ളവരാണ്. ഒരിക്കൽ ഒരു ലക്ഷ്യം നിശ്ചയിച്ചാൽ അത് പൂർത്തിയാകുന്നത് വരെയും ഇവർ വിശ്രമിക്കില്ല. ഈ നിശ്ചയദാർഢ്യം തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ സമ്പാദ്യവും. എത്ര കഷ്ടപ്പെട്ടാലും കഠിനമായി ശ്രമിക്കേണ്ടി വന്നാലും ആ ലക്ഷ്യം സാധിക്കുവാനായി ഇവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആര് വിചാരിച്ചാലും ഇവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും കഴിയുകയില്ല. ഇവരുടെ വ്യക്തിത്വം മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കും. ഒരു ഗ്രൂപ്പിൽ ഒരു ടീം വർക്കിലൊക്കെ ഇവർ നിന്ന് പെരുമാറുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാകുന്ന വ്യക്തികളായിരിക്കും എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ടീം വർക്കിലുള്ളവർ പലരും ഇവരെ പെട്ടെന്ന് കയറി ഇഷ്ടപ്പെടുകയും ഇവർക്കൊപ്പം അവരുടെ കർമ്മ മേഖലയിൽ പ്രവൃത്തി മണ്ഡലങ്ങളിലൊക്കെ ഒന്നിച്ചു നിൽക്കുവാൻ അവർ താല്പര്യപ്പെടുകയും ചെയ്യും. സ്വതവേ മറ്റുള്ളവരെ ആകർഷിക്കുവാനുള്ള ഒരു കഴിവ്, ഒരു പ്രത്യേക കഴിവ് ഈ എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകാർക്കുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഒപ്പം പറയാം. മുൻകോപം, വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്നത് ഇവരുടെ ഒരു പോരായ്മയാണ്. അത് കാരണം സത്യസന്ധത, നേരെ വാ നേരെ പോ എന്നുള്ളൊരു രീതി ഇവർക്കുള്ളത് കൊണ്ട് ഇവരുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയും കളവ് പറയുകയോ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിപ്പോവുകയോ ഒന്നും ചെയ്യുകയില്ല. പക്ഷേ കൂടെ നിൽക്കുന്നവർ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് തോന്നിയാൽ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ ഇവർ അസ്വസ്ഥരാകുകയും ഒക്കെ ചെയ്യും. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതവരുടെ സ്വഭാവത്തിലെ ഒരു ദോഷവശമായി തന്നെ പറയാം. മറ്റുള്ളവരുടെ അഭിപ്രായം പലപ്പോഴും ഇവർ കേൾക്കാൻ തയ്യാറാകാറില്ല. ഞാൻ പറയുന്നതാണ് ശരി എന്ന ചിന്താഗതി ഇവർ വെച്ച് പുലർത്തും. അതിൻ്റെ കാരണം താൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യം ഉണ്ട്, അത് വിജയത്തിലെത്തിക്കാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യം വെച്ച് പുലർത്തുന്നവരാണ് ഇത്തരക്കാർ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് സമയം വെറുതെ പാഴിക്കളയേണ്ട എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നതാണ് ശരി, അത് നിങ്ങൾ കേട്ടാൽ മതി എന്നൊരു ചിന്താഗതി വെച്ച് പുലർത്തും. ഇവർ തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ ഇവർക്ക് അല്പം മടിയുണ്ടാകും. ഒരാൾക്കൊരു സഹായം അല്ലെങ്കിൽ ഒരു സേവനം ചെയ്തു കഴിഞ്ഞാൽ അത് പരസ്യമായി പറയുവാൻ മടി കാണിക്കുന്നവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർ അറിയുകയോ അതിന് അംഗീകരിക്കുകയോ ചെയ്യാറില്ല. അല്പം കൂടി റൊമാൻറ്റിക് ആകാൻ ശ്രമിക്കുന്നത് ഇവരുടെ ബന്ധങ്ങൾ ദൃഢമാകാൻ സഹായിക്കും. കാരണം കുടുംബ ബന്ധത്തിലായും പ്രണയബന്ധത്തിലായാലും കാര്യങ്ങൾ തങ്ങളുടെ പങ്കാളിക്ക് ആസ്വദിക്കാനാവുന്ന വിധം അല്ലെങ്കിൽ അവർക്ക് കൂടി പ്രിയങ്കരമാവുന്ന വിധത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുവാനും പ്രകടിപ്പിക്കുവാനൊന്നും ഇവർ മെനക്കെടാറില്ല. പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി നേരെ അങ്ങ് പറയും. അത് ചിലപ്പോൾ പങ്കാളിക്ക് സ്വീകാര്യമാവും, മറ്റു ചിലപ്പോൾ അവർക്ക് അത് മാനസിക വിഷമം ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വ്യക്തികളുടെ സ്വഭാവം ഇതാണ്. എല്ലാ കാര്യവും തുറന്നടിച്ചതാണ്. ഞാനൊരു തുറന്ന പുസ്തകമാണ്, എന്നെ ഈ നിലയിൽ ഇഷ്ടപ്പെടാൻ സ്നേഹിക്കാൻ കഴിയുന്നവർ മാത്രം എനിക്കൊപ്പം നിന്നാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയാണ് എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകാർ വെച്ച് പുലർത്തുന്നത്. ഇവർക്ക് ചേർച്ചയുള്ള അക്ഷരങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ എസ്, എൽ, എം, പി എന്നീ അക്ഷരങ്ങൾ, എസ്, എൽ, എം, പി എന്നീ അക്ഷരങ്ങളിൽ പേര് തുടങ്ങുന്നവരുമായി നല്ല ബന്ധം പുലർത്താൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ ഊർജവുമായി, അതായത് ഈ എ എന്ന അക്ഷരക്കാരുടെ ഊർജവുമായി ഈ പറഞ്ഞ എസ്, എൽ, എം, പി എന്ന അക്ഷരക്കാരുടെ ഊർജം പൊരുത്തപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ഇത് വിവാഹബന്ധത്തിനും ബിസിനസ് പങ്കാളിത്തത്തിനുമെല്ലാം ഗുണകരമായ കാര്യമാണ്. ചേർച്ചയില്ലാത്ത അക്ഷരങ്ങളുമുണ്ട്. അത് സി, ഡി, കെ എന്നീ അക്ഷരങ്ങളിൽ പേര് തുടങ്ങുന്നവരുമായി ഇവർക്ക് ആശയപരമായ തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. അതായത് ചേർച്ചയില്ലാത്ത അക്ഷരങ്ങൾ സി, ഡി, കെ ഈ അക്ഷരങ്ങളിൽ പേര് തുടങ്ങുന്നവരുമായുള്ള ബന്ധം ഇവർക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആശയപരമായ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടാകും. ഈ എ എന്ന അക്ഷരക്കാരുമായി ഉണ്ടാകും. ഇവരുമായി അഥവാ ഇടപഴകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന വ്യക്തി ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവർ ഏറ്റവും കൂടുതൽ വിജയിക്കാൻ സാധ്യതയുള്ള മേഖലകൾ ഏത് എന്ന് ചോദിച്ചാൽ ബിസിനസ് അല്ലെങ്കിൽ സംരംഭകത്വം ആണ്. റിസ്ക് എടുക്കാനുള്ള കഴിവ് വളരെ കൂടുതലുള്ളവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവരൊരു മികച്ച ബിസിനസ്സുകാരനായിരിക്കും. അത് കോടികളുടെ ബിസിനസ് ആവണമെന്നില്ല. നമ്മുടെ നാട്ടിൻ പുറത്തെ ഒരു ചെറിയ പെട്ടിക്കടയാണെങ്കിൽ പോലും അത് ഭംഗിയായി കൊണ്ടുപോകാം. സംരംഭത്തിൻ്റെ വലിപ്പം, വരുമാനം, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വലിപ്പം ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവർ എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത്, കപ്പലണ്ടി കച്ചവടം നടത്തിയാൽ പോലും അത് കൃത്യമായിരിക്കും. അത് റിസ്ക് എടുത്ത് ആ ബിസിനസ്സിന് ആവശ്യമായ റിസ്ക്, അത് ഏത് ബിസിനസ്സിനും അതിൻ്റേതായ റിസ്ക് ഉണ്ട്. അത് അവർ എടുക്കും. അതിൽ നിന്നും ആ ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അനുസരിച്ചുള്ള ലാഭം അവർ തീർച്ചയായും ഉണ്ടാക്കുകയും ചെയ്യും.
രണ്ടാമത്തെ മേഖല ഭരണം രാഷ്ട്രീയ രംഗമാണ്. നേതൃത്വ പാടവം ഉള്ളതിനാൽ ഭരണരംഗത്ത് ഇവർ ശോഭിക്കും. അണികളെ ഉണ്ടാക്കാൻ കഴിയും. തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു വലിയ ജനക്കൂട്ടത്തിന് തന്നെ സ്വാധീനിച്ച് നിർത്തുവാനുള്ള ശേഷിയുള്ള നേതൃത്വ പാടവം കാണിക്കുന്നവരാണ് എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകാർ. കലയും മാധ്യമ രംഗവുമാണ് മൂന്നാമത്തെ ഇവരുടെ ഓപ്ഷൻ. പുതിയ ആശയങ്ങൾ, ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് കണ്ടെത്താൻ ഈ എ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. എഴുത്തുകാർ, സംവിധായകർ, അഭിനേതാക്കൾ എന്നീ നിലകളിൽ എ എന്ന അക്ഷരക്കാർ തിളങ്ങാറുണ്ട്. ഈ രംഗത്ത് എ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന പ്രശസ്തരായ വ്യക്തികളുടെ പേരുകൾ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നാലാമത്തെ ഓപ്ഷൻ ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. IT മേഖല, സാങ്കേതിക വിദ്യ, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ജിജ്ഞാസ ഇവരെ എഞ്ചിനീയർമാരോ ശാസ്ത്രജ്ഞരോ ആക്കും. അവിടെയും ഒരു ഗ്രൂപ്പ് ഓഫ് ടീമിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു പൊസിഷനിലായിരിക്കും ഇവർ അറിയപ്പെടുന്നത്. അത്തരത്തിൽ എയിൽ തുടങ്ങുന്ന പേരുള്ള ശാസ്ത്രജ്ഞന്മാരുടെ, എഞ്ചിനീയർമാരുടെ പേരുകളും നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ കഴിയും. ഭാവിയിൽ എ എന്ന അക്ഷരക്കാരെ കാത്തിരിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് നോക്കാം. മികച്ച സാമ്പത്തിക ഭദ്രത ഇവർക്കുണ്ടാകും. ചെറുപ്പത്തിൽ കഷ്ടപ്പാടുകൾ ധാരാളം അനുഭവിച്ചാലും 30 വയസ്സിന് ശേഷം ഇവരുടെ സാമ്പത്തിക നില ഗണ്യമായി മെച്ചപ്പെടും. സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ജീവിതം തന്നെ ഇവർക്ക് ഉണ്ടാകും. സമൂഹത്തിൽ വലിയ പദവികളും ബഹുമതികളും ഇവരെ തേടിയെത്തും. മികച്ച അംഗീകാരം സ്വന്തമാക്കാനുള്ളൊരു പാടവം ഇവർക്കുണ്ടാവും, കഴിവുകളുണ്ടാവും. അതിനുള്ള അർഹത ഇവർക്കുണ്ട്. സ്വന്തമായൊരു സാമ്രാജ്യം സ്ഥാപിക്കുവാൻ ഇവർ എപ്പോഴും ശ്രമിക്കും. അങ്ങനെ ഒരു സാമ്രാജ്യത്തിൻ്റെ ഉടമ ആകും ഇവർ. അതായത് ഒരു ബിസിനസ് സംരംഭം മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ കുറേ പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സാമ്രാജ്യം, അത് ചെറുതോ വലുതോ ആയ ഒരു ബിസിനസ് സ്ഥാപിക്കുവാനോ അത് വിജയകരമായി കൊണ്ടുപോകുവാനോ കഴിയുന്ന തരത്തിൽ ഒരു സ്ഥാപനം പടുത്തുയർത്താൻ ഇവർക്ക് തീർച്ചയായും സാധിക്കും. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം നിങ്ങളുടെ വിജയത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ക്ഷമ ശീലിക്കുക. അമിതമായ ആത്മവിശ്വാസം വെച്ച് പുലർത്തരുത്. നിങ്ങൾ ചില സമയങ്ങളിലെങ്കിലും നിങ്ങൾ ഇറങ്ങുന്ന മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടുവാൻ ശ്രമിക്കണം. അതൊന്ന് കേൾക്കുവാൻ കൂടി അല്പം സമയം കൊടുക്കണം. ആരോഗ്യം ശ്രദ്ധിക്കണം. ജോലി തിരക്കിനിടയിൽ ഭക്ഷണവും വ്യായാമവും മറന്നു പോകരുത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരാതെ ഇവർ നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരുടെ ലോകം. നിങ്ങൾക്ക് ഇതിൽ എത്ര കാര്യങ്ങൾ ശരിയായി തോന്നി? നിങ്ങളൊരു എ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന വ്യക്തി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം തീർച്ചയായും ഇതിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുവാൻ കൂടി ശ്രമിക്കുക. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പേരിൻ്റെ ആദ്യാക്ഷരം എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതാണ്. സംഖ്യാശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും 1-ാം നമ്പറിന് തുല്യമായ സൂര്യൻ്റെ ഊർജമുള്ള അക്ഷരം. അപ്പോൾ എ എന്ന വ്യക്തി ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പോൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന സർവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത അക്ഷരം ബി ആണ്. ബി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരുടെ ജീവിതത്തിലെ നിർണായക വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.